ചില സ്ത്രീകൾക്ക് എപ്പോഴും അതൊരു ആഗ്രഹമാണ്, നമുക്കൊരു നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടാക്കണം, കുട്ടികൾ ഉണ്ടാവണം. എനിക്കത് എപ്പോഴും എനിക്കത് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. മൊത്തത്തിലെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഇസ് ടു ബ്യൂട്ടിഫുൾ. ജീവിതത്തിലെ ആദ്യത്തെ ഓണസദ്യ വിളമ്പി തന്നത് മമ്മൂക്ക. ശരിയാ, അരയന്നങ്ങളുടെ വീട്. ഓക്കേ, ആക്ച്വലി മമ്മൂക്ക தான் നമുക്കെല്ലാം സെർവ് ചെയ്തിട്ട് ഐ തിങ്ക് ഒരു 1 hour ഷൂട്ടിംഗ് സംതിങ്. അപ്പോ ഭക്ഷണം ആൻഡ് ദെൻ നമുക്ക് ഡേ ഓഫ്. ജയറാം, കാവ്യ ആൻഡ് പ്രഭു ഗണേശൻ, പിന്നെ കലാ മാസ്റ്റർ ഗ്രൂപ്പ്, കലാഭവൻ മണി ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല? സത്യം പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നേ ഇല്ല. ഞാൻ ആക്ച്വലി മെനി ടൈംസ് ഐ സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഓ, കൊറേ ഇതേപോലെ ആൾക്കാര് വരുമ്പോ പറയാറുണ്ട്. സംടൈംസ് ഇത് പറയാൻ പറ്റും, ലൈക്ക് യു വോണ്ട് ടു യൂസ് സം ബാഡ് വേർഡ്സ്, ബട്ട് അത് വരത്തില്ല. എനിക്ക് അവിടെ എനിക്ക് ഫ്രീഡം. ആണോ? കുറെ ഓഫേഴ്സ് വന്നിരുന്നു. ഞാൻ ജസ്റ്റ് ഡാൻസർ അല്ലായിരുന്നു, അപ്പൊ ഞാൻ കുറെ മോഡലിംഗ് ചെയ്തിരുന്നു. വെരി വെരി ബിഗ് ഡയറക്ടേഴ്സ് ഹാവ് കോൾഡ്. കന്നഡത്തിലെ വെരി ബിഗ് ഡയറക്ടേഴ്സ്, തെലുഗുലെ എനിക്ക് അവർ അപ്പൊ നമുക്ക് if it doesn't matter to you, അവർ ആരായാലും നമുക്കൊരു ജോക്ക് പോലെ എടുക്കും, because you are not going to get it anyway. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എല്ലാവർക്കും ഒരുപോലെ പ്രതിസന്ധികളെ അതിജീവിക്കാനോ ഉയർന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനോ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നിരന്തരമായ പ്രയത്നം കൊണ്ട് ഏതൊരു വ്യക്തിക്കും ആ ഒരു ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന മഹത്തായ സത്യം നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? നേട്ടങ്ങളെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കുകയല്ല, മറിച്ച് നേട്ടങ്ങളുടെ വാസസ്ഥലം മനസ്സിലാക്കി അങ്ങോട്ട് എത്തിച്ചേരുകയാണ് ഒരു യഥാർത്ഥ വിജയി ചെയ്യുന്നത്. ജീവിത വിജയങ്ങളുടെ കഥ പറയുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കലയെ കൈമുതലാക്കിയ കലാകാരി, നല്ലൊരു നർത്തകിയും നല്ലൊരു അഭിനേത്രിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി. ലക്ഷ്മി ചേച്ചിയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് നമ്മളോടൊപ്പം ജീവിതകഥയുമായി. ഹലോ ലക്ഷ്മി ചേച്ചി, വെൽക്കം ടു ദി ഷോ. Thank you. Likewise. Happy to be here. Thank you. Finally, അത് തന്നെ, finally. Happy to see you too. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ നമ്മുടെ ഈ ഷോയുടെ ഇതുവരേക്കും വന്നു പോയ കുറേ ചേച്ചിനെ പോലെ ഓരോരോ ഗസ്റ്റുകൾ മാറി മാറി ഓരോ ഷോയിലും വന്നിട്ടുണ്ട്. അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പിംഗ് നമുക്കൊന്ന് കാണാം. ആ ഒരു നല്ല കുറെ മൊമെന്റ്സ്. സൗരഭ്യമേറുന്ന ജീവിത കാഴ്ചകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ ചേച്ചി, ഇനി പറയൂ, ചേച്ചിയുടെ ഒരു വേർഷനില് ലൈഫ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്? ഞാൻ പറയുന്നത് പോലെ ഇറ്റ്സ് ഓൾസോ മൊത്തത്തിലെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഇസ് ടു ബ്യൂട്ടിഫുൾ. ഇൻഫാക്ട് ഞാൻ ഡാൻസ് പഠിക്കുമ്പോൾ I never used to understand this. നമുക്ക് എപ്പോഴും they will teach us ഈ എനിക്ക് ഈ ജന്മം മടുത്തു, ദൈവമേ, എനിക്ക് ഈ സംസാരത്തിന്റെ ഒരു എന്താ പറയാ, caught up in this samsara loka. So I always used to ask my teacher, why are you saying that life is just too beautiful? എന്തിനാ നിങ്ങൾ പറയും ഇത് നമുക്ക് ഇതൊരു ട്രബിൾ ആണ്, ലൈഫ് ബന്ധം. That's at a very high philosophical level. But ഞാൻ എപ്പോഴും വിചാരിക്കും it is really so beautiful. And also ഞങ്ങൾ as you grow older,
And as you experience more of life, I think you understand, Appo, life is really so beautiful. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് അല്ലേ ചേച്ചി? എല്ലാവർക്കും നമ്മൾ കുറെ ദിവസം സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. പക്ഷെ അങ്ങനത്തെ ഒരു ഫേസ് വരുമ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അല്ലെങ്കിൽ ചേച്ചിനെ അങ്ങനത്തെ ഒരു മൂഡിൽ നിന്നും പുള്ളി ചെയ്തുകൊണ്ട് വരുന്നത്, നോർമൽ സ്റ്റേറ്റിലേക്ക് ചേച്ചിനെ കൊണ്ടുവരുന്നത്, അത് സെൽഫായിട്ടാണ് ചില ആൾക്കാർ ചെയ്യുക. ചില ആൾക്കാർക്ക് ഫ്രണ്ട്സിന്റെ ഒരു ഹെൽപ്പ് വേണം, ഓർ സം റിലേറ്റീവ്സിന്റെ. ഹൗ അബൌട്ട് യു? അതെങ്ങനെയാ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നും ചേച്ചി? It's a combination of all. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് where you sound out almost every day, you call and ഏതോ കഷ്ടം, സന്തോഷം, സുഖം, ഫണി ഇൻസിഡൻസ് എല്ലാം ഒരു സൗണ്ടിങ് ബോർഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്റെ പ്രകാരം. സോ എനിക്ക് ഉണ്ട്. സോ ഐ ഡു, and I'm with my friends I'm very open. Not, you can't be open with everybody. Exactly. And kore prasham time is the healer, and we have to work at it. Atra easy aayittu varanilla. Life is beautiful. I am a very fun loving person, adala okay, but chale incidents that hurt you deeply, or some tragedies that happen in your life, adu nangal heal cheyanam. One good way is to talk about it, and the other, njan actually many times I speak in front of the mirror. ഓ, കൊറേ ഇതേപോലെ ആൾക്കാര് വരുമ്പോ പറയാറുണ്ട്. അവര് ചില ആൾക്കാരൊക്കെ എല്ലാം തുറന്ന് പറയും. Sometimes even to boost up myself, I will, it works, it helps. Even ഒരു കോൺഫിഡൻസ് വേണ്ടി, അല്ലെങ്കിൽ ഒരു to elevate your vibration. ഞാൻ ജസ്റ്റ് മൂഡ് എന്ന് പറഞ്ഞാൽ അത് പറയത്തില്ല, ബിക്കോസ് മൂഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു സൂപ്പർഫിഷ്യൽ ആണ്. ഇപ്പൊ മൂഡ് നന്നായിട്ടുണ്ട്, ഒരു ഹാഫ് ആൻ അവർ ശേഷം മൂഡ് ഓഫ് ആയിട്ടുണ്ട്, ആവും. സോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ബട്ട് ജനറലി നമുക്ക് ഒരു സ്ട്രോങ്, നമ്മുടെ കോർ സ്ട്രോങ് ആക്കണം. അപ്പോ ഐ തിങ്ക് ഓൾ ദിസ് ടുഗദർ ഹെൽപ്സ്. കൊറേ പേര് പറയണ ഒരേ ഇത്. സോ ഇറ്റ്സ് വർക്ക്സ് ആക്ച്വലി. നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോ എന്തോ ഒരു കോൺഫിഡൻസ് ലെവൽ. അത് ഇപ്പൊ ദേഷ്യമുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് ചീത്ത, ജസ്റ്റ് എന്നെ ചീത്തല്ല, എനിക്ക് 6 പെറ്റി ഉണ്ടെങ്കിലും സംടൈംസ് ഇത് പറയാൻ പറ്റും. Like you want to use some bad words, but അത് വരത്തില്ല. എനിക്ക് അവിടെതാണ് എനിക്ക് ഫ്രീഡം. ആണോ? സോ എല്ലാ ഇമോഷനും ചേച്ചിയുടെ മിററിലാണ്. പാവം. I feel happy, I'm okay. Okay, പാവം. I don't curse. ഞാൻ ആരും അങ്ങനെയല്ല. മനസ്സിലായി. But I feel happy sometimes using only in the mirror. Okay, nice to hear that. ഇനി നമ്മുടെ ചേച്ചിയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ ഞങ്ങൾ ഇവിടെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. ലക്ഷ്മി ഗോപാലസ്വാമി നടന സൗകുമാര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാളി പ്രേക്ഷകർക്ക് എക്കാലവും പ്രിയപ്പെട്ട നടി. അഭിനേത്രി എന്നതിലുപരി അറിയപ്പെടുന്ന ഭരതനാട്യം കലാകാരി. തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ടും അതിമനോഹരമായ ശാലീനത കൊണ്ടും ആകർഷണീയമായ നായികാഭാവം. അരയന്നങ്ങളുടെ വീട് എന്ന ആദ്യ സിനിമ കേരള സംസ്ഥാന പുരസ്കാരം നേടിയപ്പോൾ ഈ നായികയുടെ അഭിനയ മികവ് മലയാളം അറിഞ്ഞു. മലയാളികൾക്കവർ സുപരിചിതയായി. മുകിലേ മുകിലേ നീ ദൂതുപോ എന്ന അതിമനോഹര ഗാനത്തിലെ ലാലേട്ടന്റെ ജോഡിയെ പ്രേക്ഷകർ എല്ലാ കാലവും ഓർക്കും. കുഞ്ഞുനാൾ മുതൽ നൃത്തത്തോടും കലാമേഖലയോടും ഉണ്ടായിരുന്ന അതിയായ ആഗ്രഹം ഇപ്പോഴും നിധിയായി കാത്തുസൂക്ഷിക്കുന്നു. നൃത്തം പകരുന്ന സൗന്ദര്യമാണ് ജീവിതത്തിലും മനസ്സിലുമുള്ളത് എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, വാമനപുരം ബസ് റൂട്ട്. തമിഴും തെലുങ്കും കന്നഡയും തനിക്ക് ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ച പ്രകടന മികവ്. 54-ാം വയസ്സിലും ഭരതനാട്യം വേദികളിൽ സജീവ സാന്നിധ്യമാണ് ഈ നായിക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ലൈഫ് ഇസ് ബ്യൂട്ടിഫുളിന്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.
54 പറയുന്നത് തിരിച്ചിട്ടാ പോലും 52 ആണോ? അതെ. ആ ഇനി എന്തായാലും ആയിക്കോട്ടെ, ഞാൻ അത് ഒരിടത്ത് കണ്ടു 54, മറ്റൊരിടത്ത് 52 കണ്ടു. But say it, yeah, because everybody puts it as 70. I am 2 years younger than that. ഓ ഓക്കെ. അപ്പൊ അത് എന്തിരുന്നാലും 52 54 എന്താണെങ്കിലും അത് റിവേഴ്സ് ചെയ്തിടുന്ന പോലും പ്രായം തോന്നില്ല ചേച്ചി. യു ലുക്കിംഗ് സോ യങ്. ഇത് ഈ ഒരു സീക്രട്ടിന്റെ രഹസ്യം എന്താ? എല്ലാവർക്കും ഇപ്പൊ അതായിരിക്കും അറിയേണ്ടത്. ഹൗ ഡു യു ഇങ്ങനെ മാനേജ് ചെയ്ത്, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിങ്ങനെ കൊണ്ടുപോണേ സീക്രട്ട്? എനിക്ക് സത്യം ഒരു സീക്രട്ട് ഇല്ല. മുന്നേ പറയുന്നേ, ഐ എം സംബഡി വിത്ത് വെരി മിനിമൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. എനിക്ക് ഐ ബിലീവ് അത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഐ ഫീൽ യുനോ ഗോഡ് ഗിവ്സ് എവറിബഡി ഒരു nature's made you a certain way unless there is some medical issue, you know. Otherwise I would like to grow age gracefully. And ഓരോരോ wrinkle വന്നപ്പോ ചിലപ്പോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. ഓരോരോ വൈറ്റ് ഹെയർ വന്നപ്പോ ചിലപ്പോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. നോട്ട് ചിലപ്പോ, ഓഫ് കോഴ്സ് കളർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഹെയർ, ഓഫ് കോഴ്സ്. ബട്ട് ആനാലും ഞാൻ ഐ ഡോണ്ട്, ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തറിയാമോ, ഈ റിങ്കിൾ മാറാൻ വേണ്ടി കുറച്ച്, you know, I feel that somehow I feel at the ഭംഗി പോവും. I'd like to be like my grandmother was so ലക്ഷണം, അറിയാം, മനസ്സിലല്ലോ, ഐശ്വര്യം. Even at 85 she is so beautiful. അതൊരു എന്താ പറയാം, ഒരു അത് സ്വഭാവമാണ്. And at the same time, so what if you have wrinkles അല്ലേ, I feel അതൊരു ഏജന്റ്, അതൊരു അതിൻ്റെതായിട്ടുള്ള ഒരു ചന്തമായിട്ട്. I feel like that. ഓ ഓക്കെ. അപ്പൊ നോ വണ്ടർ ചേച്ചി ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് ആ ഗ്രാൻഡ് മദറിന്റെ ആ ഒരു ബ്യൂട്ടി അത് തന്നെയാണോ? But and also your genes, this is also very genetic. I can't take any credit. അതെ, adukku vendi oru credit, but I don't abuse my body. So അത്രേ ഉള്ളൂ. That's true. അതുകൊണ്ട് തന്നെ ഇതാണ് ചേച്ചി. ഇപ്പം നമ്മുടെ സിനിമയിലേക്ക് മാറ്റുന്ന നോക്കിക്കഴിഞ്ഞാലും ഒരു ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിലും വളരെ ഏർലി സ്റ്റേജിലാണ്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പീരീഡിലേക്കാണ് ചിലർ, മിക്കവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു എൻട്രി, നായികയായിട്ട് അവർ വരുമ്പോഴത്തെ അവരുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ഏജിലേക്കാന്ന് പറയാം. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു നമ്മുടെ ഒരു നമുക്കൊരു മെച്യൂർ ലെവൽ എത്തുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ ഒരു മെച്യൂരിറ്റി എത്തിയതിന് ശേഷമാണ് യു എൻ്റർ ചെയ്തത് മൂവിയിലേക്ക്. അതെ. അപ്പോ അങ്ങനെ, പക്ഷേ ചേച്ചി എത്രയോ നാളായിട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. ഇതിനു മുന്നേയും ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടായിരിക്കും ചേച്ചി അപ്പോൾ നേരത്തെ മൂവിയിലേക്ക് എൻ്റർ ചെയ്യാതിരുന്നത്? ഓഫ് കോഴ്സ് കുറെ ഓഫേഴ്സ് വന്നിരുന്നു. ഞാൻ ജസ്റ്റ് ഡാൻസർ അല്ലായിരുന്നു, അപ്പോൾ ഞാൻ കുറെ മോഡലിംഗ് ചെയ്തിരുന്നു. സോ എല്ലാവർക്കും അറിയാം ഇതാരാണ്, എൻ്റെ മുഖം എല്ലാവർക്കും പരിചയം ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാവർക്കും അറിയായിരുന്നു ഇത് ഒരു ഡാൻസർ ആണ്. സോ എനിക്ക് കുറെ വലിയ വലിയ ഡയറക്ടേഴ്സ് തേടി തേടി വന്നിട്ടുണ്ട്. ചേച്ചി വളരെ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കണ്ടായിരുന്നു? I was about 8. Around 8-year-old I started. Yes. And so ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് ശേഷം 2 years ശേഷം ഞാൻ അരയന്നങ്ങളുടെ വീട് ചെയ്തു. അത് മോർ ആസ് an afterthought. കാരണം ഞാൻ വിചാരിച്ചു ബിഫോർ റിഗ്രറ്റിംഗ് നോട്ട് ട്രൈങ് സംതിങ്. പക്ഷെ യു സെഡ് നോ, ഇതിനു മുമ്പേ വേറെ ആൾക്കാർ വിളിച്ചപ്പോൾ അല്ലേ തമിഴ് ടോപ്പ്. ഐ ഡോണ്ട്, ഇപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞാലേ പീപ്പിൾ വിൽ തിങ്ക് ഓ നൗ ഷീ ഈസ് ഡ്രോപ്പിംഗ് നെയിംസ്. Okay, but very very big directors have called. Kannadathile very big directors, Telugule enakku avar aaru appo namukku, if it doesn't matter to you, avar aaru namukku oru joke pole edukkum, because you are not going to get in anyway. But ippo enakku nokkumbo etra level, at least maybe oru 40-50 padam, I'm not joking. അത്രയും റിഫ്യൂസ് ചെയ്തിട്ടാണ് പിന്നെയാണ് it used to be a fun play. Somebody will പിന്നെ എങ്ങനെയാണ് അരയന്നങ്ങളുടെ വീട് ചേച്ചിനെ ലോക്ക് ചെയ്തത് അവിടെ? Because എനിക്കറിയില്ലായിരുന്നു മലയാളം കേരള ഇത്ര ഫേമസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. മലയാളം സിനിമ ഇത്ര ഫേമസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ട്രൈ ചെയ്താലേ ക്വയറ്റ്ലി ഞാൻ ട്രൈ ചെയ്യും. ബാംഗ്ലൂരിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവും.
അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ച് എൻ്റർ ചെയ്തതാണ്. പക്ഷെ ഇത് ലോഹി സാറിൻ്റെതാണ്, മമ്മൂക്കി എനിക്ക് മമ്മൂട്ടി സർ ഒരു വലിയ ആക്ടർ, അത് നാഷണൽ ലെവലിൽ നിൽക്കുന്നുണ്ട്. അത് I didn't know about Lohit sir. I didn't know about anything actually. ഓ, എന്തോ ഒരു ശബ്ദം കേൾക്കണേ. Lechu, I'm Arjun. How are you, da? Keep smiling and keep being happy all the time, the way you are. അതെന്താ ശ്വേത ചേച്ചി അങ്ങനെ ഒരു പേര് പറഞ്ഞിരിക്കണേ? That used to be with Shweta. You know how affectionate Shweta is, അല്ലേ? So ഞങ്ങൾ കുറെ ടൂർസ് എൻ്റെ അമ്മയാണ് നമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മ കൂടെ പോകുമ്പോ Shweta will hug അമ്മ. Shweta ഒരു tall and എന്താ പറയാ big girl ആണല്ലേ. So അമ്മ will say, "Ayyo Shweta, I feel like this is Arjun." So she'll say, "Auntie, Arjun is my brother." She'll say, "Auntie, I'm your Arjun only." So every time Shweta would meet my mother, she'll say, "Auntie, Arjun." ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല വെൽ കണക്റ്റഡ് ആണ്. അതെ അതെ, പരസ്പരം ഭയങ്കര അഫെക്ഷൻ ആണ്. ആൻഡ് സി അതാണ് ബ്യൂട്ടി ആർട്ടിസ്റ്റിന്റെ. വി ഡോണ്ട് ഹാവ് ടു മീറ്റ് എവറി ടൈം, ബട്ട് ഒരു ജെന്യൂൻ വിത്ത് എനിബഡി അല്ലേ രമ്യ, വെൻ യു ഹാവ് എ ജെന്യൂൻ കണക്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല, ഫ്രീക്വന്റ് ആയിട്ട് കാണണമെന്നുമില്ല. ബട്ട് ഏതെങ്കിലും ഒരു ട്രാജഡി വന്നാല് യു വിൽ ഗെറ്റ് എ കോൾ ഫ്രം ദം, ഓർ യു വിൽ കോൾ. അതാണ് ഒരു ബന്ധം അല്ലേ. ഇവിടെ നമ്മ ചേച്ചിയെ കാണാനായിട്ട് ചേച്ചീനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്. ഒരു ഗിഫ്റ്റ് ആയിട്ട് ചേച്ചിയുടെ ഒരു ആരാധകൻ. നോക്കാം ആരാണെന്ന്. ചേച്ചി നോക്കണ്ട, ചേച്ചി എന്നെ നോക്കിയിരുന്നാ മതി. ഇപ്പൊ വരും നമ്മുടെ ഒരു ആരാധകനാണ്. നോക്കട്ടെ ആരാണെന്ന്. ഹായ് മാം. Thank you. How was it actually? ഞാൻ കാണട്ടെ. I like the brown eyes. He's got my eyes quite well. Thank you. ഇരിക്കൂ. Thank you. പേര് പറയൂ. ഇർഷാദ്. ഇർഷാദ് ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചേച്ചിയുടെ പടം ഇർഷാദ് വരച്ചെടുത്തതാണ്. എന്നിട്ട് Thank you, Irshad. It is പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചതാണ്. പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചതാണ്. പെൻസിൽ പ്ലസ് വാട്ടർ കളർ. And വാട്ടർ കളർ. water. I can see the watercolor, but very nicely you've captured that, and even the actually they speak to you, the eyes. യെസ്, കണ്ണുകൾ സംസാരിക്കുന്നുണ്ട്. Actually, you got that very nice. ചേച്ചിയുടെ സ്മൈലും എല്ലാം കറക്റ്റ് ആയിട്ട്. ആക്ച്വലി നല്ല ഇതായിട്ട് ചേച്ചിയുടെ ആ ഒരു സ്മൈൽ. സമയം എടുത്തു ഇത് ചെയ്യാൻ? നമുക്ക് ആക്ച്വലി ഞാൻ ഒരു 1 day ഇരുന്നുള്ളൂ ഇതില്. 1 hour. 1 hour കംപ്ലീറ്റ് ചെയ്തു. Wow. And without too much distortion. It's quite like very much like me. It's very nice. I think this one is an old picture. Old picture. But you've got most of it right. Yeah, thank you. എന്നാലും 1 hour ഇത്രയും നന്നായി ചെയ്തു. നന്നായിട്ടുണ്ട് ഇർഷാദ്. ഇതൊരു മെഡിറ്റേഷൻ പോലെ അല്ലേ? I can imagine. ഭയങ്കര കോൺസെൻട്രേറ്റ്. അതെ തീർച്ചയായിട്ടും അതിൽ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലാണ് ഫുള്ള് ഡീറ്റെയിൽ കൊടുത്തത്. അതെ, ബട്ട് നന്നായിട്ട് അതൊരു കൈഗുണം അല്ലേ? കൈഗുണമല്ലേ കറക്റ്റ് വേർഡ്? അതെല്ലാവർക്കും വരത്തില്ല. നമ്മള് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുമ്പോഴും. ഏതാ ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതായിരുന്നു? ഇർഷാദ്. പഴയ കാലത്തിലോട്ട് പോകുമ്പോ കനകസിംഹാസനമൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? അതെ നമുക്ക് ആ ഒരു ഇതിലോട്ടാണ്. താങ്ക് യു ഇർഷാദ്, താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു. ചേച്ചിക്കുള്ളൊരു ഗിഫ്റ്റ് ആണത്. എണീക്കണം. ഓക്കേ ഇർഷാദ്, താങ്ക് യു. ചേച്ചി, നമ്മുടെ ഈ ഷോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോർമൽ ഒരു ഇന്റർവ്യൂ പാറ്റേണിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന വിശേഷങ്ങൾ മാത്രം പറയുന്നത് മാത്രമല്ല. ഇതിനകത്ത് ഇപ്പൊ കണ്ട പോലെ കുറെ എൻട്രീസ് വരും, കുറെ ഓഡിയോ ശബ്ദങ്ങൾ വരും, കുറച്ച് വീഡിയോ വരും. ഇങ്ങനെ പലതും സർപ്രൈസസ് പല രീതിയിലായിരിക്കും ചേച്ചിക്ക് വന്നോണ്ടിരിക്കുക. ഇങ്ങനെ പല സർപ്രൈസസ് മിക്സ് ചെയ്തതാണ് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ഷോ. And actually സത്യത്തിൽ അതാണല്ലേ ലൈഫ്. ബിക്കോസ് നമുക്ക് ഓരോ ഡേയില് sometimes something unexpectedly nice happens. Yes. You know, and maybe it can be a message or it can be, ഇപ്പോൾ as an artist ഞാൻ പറയും, നമുക്ക് ഞാനിപ്പോ ബാംഗ്ലൂരിൽ താമസിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയില്ല എൻ്റെ ഡാൻസിന്റെ ഒരു പ്രഭാവം എങ്ങനെ വേറെ ആൾ പറ്റി ഒരു ഇമ്പാക്ട് ആവും, ഇല്ല എൻ്റെ ആക്ടിങ്ങോ ഇല്ല എൻ്റെ പേഴ്സണാലിറ്റിയോ ഇല്ല ഞാൻ എന്താ പറയും. ബട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നാലേ യുനോ then you feel എന്താ പറയാം,
that yeah, your life is worth it. Because വെറുതെ entertainment അല്ലല്ലോ. I don't look at it like that. ഈ നമുക്ക് ഏതെങ്കിലും ഒരു serve ചെയ്യണം അല്ലേ? In humanity, and however, you have to be positive. You have to give something positive back to society. So, angane nokkumbo, life is full of surprises. And life is beautiful. അപ്പോൾ അടുത്തൊരു സർപ്രൈസിന് റെഡി ആണല്ലോ. വീഡിയോ നമുക്ക് നോക്കാം. ഹായ് ലക്ഷ്മി, നമസ്തേ. ഊർമിള ചേച്ചിയാണ്. ലക്ഷ്മിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഡാൻസറായിട്ട് മാത്രമേ ഓർക്കാൻ പറ്റുന്നുള്ളൂ. ഫിലിം സ്റ്റാറായിട്ടൊന്നും ഞാൻ അത്ര വലിയ ആളായിട്ട് കാണാറില്ല. കാരണം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ. എൻ്റെ മനസ്സിലെന്നും ലവ് മാത്രമേ ഉള്ളൂ കേട്ടോ, സ്നേഹം മാത്രം നിറച്ചിട്ടേ എനിക്ക് ലക്ഷ്മിയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. ലക്ഷ്മിയെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് എന്താണെന്നറിയോ, നമ്മൾ ആ പുണ്യം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തില്ലേ, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അവിടെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് പകരം ഡാൻസ് കൂടെ സംസാരിച്ചത് ഓർമ്മയുണ്ടോ? കാരണം നമ്മളൊക്കെ കോസ്റ്റ്യൂംസൊക്കെ ഡാൻസ് കോസ്റ്റ്യൂംസ് ആയിരുന്നു. രാജാവ്, റാണി അല്ലേ, റാണിയുടെ മകള്, അങ്ങനെയൊക്കെ ആയിരുന്നു കോസ്റ്റ്യൂംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭരതനാട്യം കോസ്റ്റ്യൂംസാണ്, ഇനി നമുക്ക് താഹത്തെ ചമത്തരി കളിക്കാം എന്നൊക്കെ പറഞ്ഞതും, നമ്മൾ ആ ജതികൾ പറഞ്ഞതും, പിന്നെ നീ ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ ഫുൾ ആക്ഷൻസ് ഡാൻസ് കൂടെ കാണിച്ചതും ആ ദിവസങ്ങളും ഓർത്തതും ചിരിച്ചതും ഒക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തായിരുന്നു ആ ഒരു സംഭവം? ഞങ്ങളടുത്ത് കൂടെ ഷെയർ ചെയ്യൂ. ഇല്ല, നമുക്ക് അന്ന് കച്ച സ്റ്റൈൽ പാറ്റേൺ അല്ലേ? സോ അത് ഇട്ടുമ്പോ ഈ ചേച്ചി ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ. അപ്പോ സോ ഐ തിങ്ക് മൈ മദർ ഓൾസോ വാസ് ദേർ വിത്ത് മീ. അപ്പോ ലക്ഷ്മി ഇപ്പോ കൂച്ചിപ്പിടി വാ, തളങ്കുതകരക്ക് വാ, ഡയലോഗ് ഇല്ല, ഇത് ചെയ്യാം. സോ നമുക്ക് ഓരോരോ ടൈം ഏതെങ്കിലും അപ്പോ ഏതെങ്കിലും ഒരു തെറ്റ് പോയാലേ, ഏതെങ്കിലും ഒരു തമാശ ഉണ്ടാക്കിയാലേ ഞങ്ങൾ ഡാൻസിൽ സംസാരിക്കും. അപ്പൊ നോക്ക് അവിടെ അടുത്ത് ജത്തി വന്നിട്ടുണ്ട്, നമ്മുടെ കോഡ് ഇതെല്ലാം ഡാൻസേഴ്സിന് മാത്രം മനസ്സിലാക്കാവുന്ന കുറച്ച്. ഓക്കെ, it was a lot of fun. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. മനസ്സ് പറയുന്ന കാര്യങ്ങൾ, അതാണ് സെഗ്മെന്റ്. ഓക്കെ, എന്താ മനസ്സ് പറയുന്ന കാര്യങ്ങൾ? യു ഷുഡ് സേ ചേച്ചിയുടെ മനസ്സിൽ നിന്നും മൈൻഡ് എന്താണോ അത് കേൾക്കുമ്പോൾ ചേച്ചി പറയണത്, ഐ മീൻ തോന്നുന്നത്, അത് പറയാ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, റെഡി? ഫസ്റ്റ് വൺ. ജീവിതത്തിലെ ആദ്യത്തെ ഓണസദ്യ വിളമ്പി തന്നത് മമ്മുക്ക. ശരിയാ, അരയന്നങ്ങളുടെ വീട്. ഓക്കെ, ആ ഒരു ഓണം ചേച്ചിയുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ഓണസദ്യയാണല്ലോ അത്. അപ്പൊ എനിക്ക് ഓണം എന്താണ് പറയാൻ പോലും എനിക്ക് അറിയുന്നായിരുന്നു. അതെ. അപ്പൊ എല്ലാരും നാളേക്ക് നമുക്ക് ഓണസദ്യ ഇതെന്താ ഓണസദ്യ എനിക്ക് ഒന്നും അറിയില്ല. ഭാഷ, ഒരു വാക്ക്, ഒരു വേർഡ് അറിയില്ലായിരുന്നു. ഈവൻ ചേച്ചി കേട്ടിട്ടേ ഇല്ല ഓണം ഫെസ്റ്റിവൽ, കേരളത്തിലെ ഒരു ഓണം ഫെസ്റ്റിവൽ ഒന്നും അറിയില്ല. ബിക്കോസ് ഞാൻ വെരി സൗത്ത് ബാംഗ്ലൂർ, കന്നഡ, തമിഴ്, ഇത് കുറച്ച് ഈ കൾച്ചറാണ്. എനിക്ക് കേരളത്തെ പറ്റി അത്ര അറിയില്ലായിരുന്നു. So I used to find it all very different. And so നമുക്ക് ആക്ച്വലി മമ്മൂക്ക നമുക്കെല്ലാം സെർവ് ചെയ്തിട്ട് I think ഒരു 1 hour shooting something. അപ്പോ ഭക്ഷണം ആൻഡ് ദെൻ നമുക്ക് ഡേ ഓഫ്. അപ്പൊ അത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഓണസദ്യ, അതും ഇലയില് ഓണസദ്യ കഴിച്ച്. ഓ, അപ്പൊ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഓണസദ്യ? ആണല്ലേ? എനിക്ക് ഇല ഊട്ടാൻ എവറി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേരിയേഷൻ. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഓണസദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇപ്പൊ 25 years ആയി. ഇപ്പൊ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിന്റെ ഒതന്റിക് ആയിട്ടുള്ള ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്, അല്ലെങ്കിൽ വെനെവർ ചേച്ചി കേരള വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാണ്ട് കഴിച്ചിട്ട് പോണത് എന്തായിരിക്കും? എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒതന്റിക് അവിയൽ ഇഷ്ടം. ബിക്കോസ് അവിയലിന് ഞാൻ ഇത്ര what shall I say, such good avial ഞാൻ ആക്ച്വലി കഴിച്ചിട്ടില്ല. കഴിക്കും, വെരി റെയർ. You cook? No. ട്രൈ ചെയ്തിട്ടേ ഇല്ലേ? ആണോ? ക്ലീനിങ്ങിലാണോ ഫുൾ ഇൻട്രസ്റ്റ്? നോ കുക്കിംഗ്. ബട്ട് ഐ ലൈക്ക് ഇവിടുത്തെ അവിയൽ, ഇവിടുത്തെ തോരൻ, ഇവിടുത്തെ പായസം. ആ ചക്കന്റെ കുറെ വെറൈറ്റി ചെയ്യുന്നുണ്ടല്ലോ, ചക്കയുടെ പായസം. I love anything with chakka. അപ്പൊ ഇത്ര ഇഷ്ടമുള്ളപ്പോ ബാക്ക് ഹോം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടേ ഇല്ല? ഞാൻ ഓർഡർ ചെയ്തിട്ട് കഴിക്കും. എനിക്ക് സത്യം അതിലെ ഒരു ആക്ച്വലി എന്റെ മിസ്റ്റർ ഫ്രണ്ട് നേബിൾ ഇപ്പൊ തന്നെ പറഞ്ഞു,
കൊറേ ആൾക്കാര് ലക്ഷ്മി ചേച്ചി ഒരു റോൾ മോഡൽ പോലെ നിക്കുന്നേ. ആ. നീ ഇങ്ങനെ പറയണ്ട എല്ലാം പോ. എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആ ഒരു എന്താ പറയാ, കുക്കിങ്ങിലെ കുറച്ചൊരു പേഷ്യൻസ് വേണം. എനിക്ക് അത്ര ശരിക്കും പേഷ്യൻസ് ഇല്ല. അതെ, വേദത്തിൽ നോട്ട് ഫോർ കുക്കിംഗ്. ആ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ജീവിതത്തിലെ ആദ്യത്തെ വിഷുക്കണി സമ്മാനിച്ചത് ജയറാമേട്ടനും പാർവതി ചേച്ചിയുമാണ്. അത് നമുക്ക് 2001. അതായത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സെറ്റിലാണോ? അല്ല, ഞങ്ങൾ ഒരു ഗൾഫ് ടൂർക്ക് പോയിരുന്നു. അപ്പോ ജയറാം, കാവ്യ ആൻഡ് പ്രഭു ഗണേശൻ, പിന്നെ കലാ മാസ്റ്റർ ഗ്രൂപ്പ്, കലാഭവൻ മണി ഉണ്ടായിരുന്നു. അപ്പോ കുറെ ആർട്ടിസ്റ്റ്. സോ എന്റെ ഫസ്റ്റ് സ്റ്റാർ ഷോ ആണ് ഒരു ടൂറ്. അപ്പോ നമ്മുടെ ഈ ദുബായില്, നമ്മുടെ ബേസ് ദുബായ്, അവിടെ പോകും. സോ അവിടെ രാവിലെ എല്ലാരും അപ്പൊ തന്നെ എനിക്ക് കേട്ടു ഇത് വിഷുക്കണി അപ്പൊ അതിന്റെ പൈസ കൊടുക്കും. അത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് പാർവതി അത് ഇട്ടു, അത് വിഷുക്കണി ഉണ്ടാക്കി. സോ ഞാൻ രാവിലെ അങ്ങനെ എണീറ്റില്ല, എനിക്കറിയില്ലായിരുന്നു ഇതെല്ലാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഈ വിഷുക്കണി പറ്റി അറിഞ്ഞത്, അതിനെ കുറിച്ച് അറിഞ്ഞു, കണ്ടതെല്ലാം അവിടെ വെച്ചിട്ടാണ്, അതും ദുബായിൽ വെച്ചിട്ടാണ്. ഓക്കെ, എന്നിട്ട് അങ്ങനെ വിഷുക്കൈ നീട്ടവും കിട്ടി. അതെ. ഓ ഓക്കെ, ശരി. അടുത്തത്, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല വിഷു? ഇല്ല, കൊറേ. പിന്നെ ലോട്ട് ഓഫ് ടൈംസ് വിഷുക്കണി എന്ന് പറയുമ്പോ എല്ലാ ഫോട്ടോസ് தான். ഫോട്ടോസ് എല്ലാരും അവരുടെ വീട്ടിലെ വെച്ച് ഫോട്ടോസ് കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അയച്ചു തരും. ഓക്കെ, അമ്മയാകുന്നതും കുട്ടികളെ വളർത്തലുമല്ല എന്റെ ജീവിതമെന്ന് തീരുമാനിച്ച സമയം? എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും എല്ലാം ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ചേച്ചിയോട് എല്ലാവരും ഏറ്റവും മോസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ലക്ഷ്മി എന്തുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല, ഇത് തന്നെ. സോ എനിക്ക് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യണമെന്നേ ഇല്ല. സത്യം പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നേ ഇല്ല. ഇൻഫാക്ട് എനിക്ക് കുറെ അമ്മമാര് രാവിലെ அந்த സ്കൂൾ ബസ് നിൽക്കുമ്പോ அந்த കുട്ടിക്ക് ഇത്ര വലിയ ബാഗ് ഇട്ട് അവർ നിൽക്കുമ്പോ ഞാൻ വിചാരിക്കും എത്ര ഒരു സ്ട്രെസ് ആണ്, എത്ര ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, കഷ്ടം ഈ അമ്മയാകാൻ. സത്യം, അമ്മയാകാൻ ഈസി അല്ല. ഞാനൊരു അമ്മയാണ്. ഇപ്പൊ അവള് 8th സ്റ്റാൻഡേർഡിലാണ്. And you're always a mom, right? I used to see how my mother would worry for me every time. എനിക്ക് അങ്ങനെ ഒരു മെറ്റേർണൽ ഇൻസ്റ്റിങ്ക്റ്റ് എനിക്ക് ചില സ്ത്രീകൾക്ക് എപ്പോഴും അതൊരു ആഗ്രഹമാണ്, നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടാക്കണം, കുട്ടികൾ ഉണ്ടാവണം. എനിക്കത് എപ്പോഴും എനിക്കത് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും ഇയേഴ്സ് ആയി ഇങ്ങനെ ചേച്ചിക്കും ഫ്രണ്ട്സും ഫാമിലിയിൽ എല്ലാവരും ആൾക്കാർ ഇങ്ങനെ ടുഗെദർ ആയിട്ട് അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നു, പക്ഷെ ചേച്ചി ഒരിക്കലും അത് അട്രാക്ട് ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ യു ജസ്റ്റ് സെഡ് ഇറ്റ് അല്ലേ? Definitely not. സത്യം. And a lot of my friends are single also. Okay, അത് ഡിവോഴ്സ് ആയിട്ടുകൊണ്ട് അല്ലാതെ കല്യാണം കഴിക്കാതെ സിംഗിൾ ആയവരുണ്ട്. Divorced, I consider them married and come back. I have a lot of single women friends. Oh, okay. And not only that, and ഞാൻ എന്റെ കസിൻസിന്റെ കുട്ടികളെല്ലാം കാണുമ്പോ എനിക്ക് ഇഷ്ടം, കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, അതെല്ലാം ഉണ്ട്. പക്ഷെ ഈ അതൊരു ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റി. മനസ്സിലായി എനിക്ക്. അതെ, അത് നമുക്കത് ചിലർക്കത് സെറ്റ് ആവൂല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഇയേഴ്സിനുള്ളിൽ എപ്പോഴെങ്കിലും എനി ടൈം ഏതെങ്കിലും ഒരു മൊമെന്റ് എങ്കിലും ചേച്ചിക്ക് ഒരു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സംടൈംസ്. പക്ഷെ ഐ ബിലീവ് എല്ലാത്തിനും നമ്മുടെ സൊല്യൂഷൻസ് ഞങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാവും. സോ സംടൈംസ് ഐ ഫീൽ if you have a companion you can do many things. Yes. Ipo suppose or a night less, suppose the weather is, but correct companion വേണം. ഇപ്പൊ ജസ്റ്റ് ബിക്കോസ് എല്ലാവർക്കും ഒരു മാരേജ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആൾക്കാരുടെ നേച്ചർ സ്വഭാവം വളരെ ഡിഫറെന്റ് ആയാലും യു കാൻ ഡു തിങ്സ് ടുഗദർ. ബട്ട് സംടൈംസ് ഒരു നൈറ്റ് ഷോക്ക് പെട്ടെന്ന് ഇപ്പൊ പോകണമെന്ന് പോവും, ഇല്ലെങ്കിൽ ഒരു ഡ്രൈവ് പോവും. പക്ഷെ ഇപ്പൊ അത് ഓൾസോ നമുക്ക് കുറെ സൊല്യൂഷൻസ് ഉണ്ട്. If you have people who are impulsive, I do have some impulsive girlfriends also, so we do a lot of things, so it's okay. അത് മിസ് ചെയ്യുന്നില്ല. Especially ഇപ്പോ
ലേഡീസ് ട്രാവൽ ഗ്രൂപ്പ്സ് ഉണ്ട്, എവറിത്തിങ് വിത്ത് the net and social media ഇതൊരു പോസിറ്റീവ് ആണ്. നമുക്ക് ടു കണക്ട്, ടു ഡു ഫൺ ആക്ടിവിറ്റീസ്, നമുക്ക് ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പേ വേണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. ഓക്കെ. പെട്ടി ലക്ഷ്മിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു, ഒരു പെട്ടി അങ്ങ്. ആക്ച്വലി എനിക്ക് വേണമായിരുന്നു ഒരു പെട്ടി. ന്യൂ വൺ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ വഴിയാണ് ലേബലൊക്കെ ഒട്ടിച്ച് ബിഗ് ബോസ് വരുന്ന വഴിയാ.